കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ ഇപ്രകാരം വളരെ മനോഹരമായ ഒരു കഥ വായിക്കാനിടയായി. അത് 3 മരങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു കാട്ടിൽ 3 മരങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നവർ, വളരെ സ്നേഹിതരായിരുന്നവർ, പരസ്പര സ്നേഹവും ഐക്യമുള്ളവരായിരുന്നു. അവർ പരസ്പരം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. ഇതൊരു കഥയാണ് കേട്ടോ, ഞാൻ വായിച്ചതാണ്. ഓരോരുത്തർ അവരുടെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. ഒരു മരം പറഞ്ഞു, എനിക്ക് രാജാവിൻ്റെ മനോഹരമായ കൊട്ടാരമാകണം, എനിക്ക് രാജാവ് വസിക്കുന്ന കൊട്ടാരമായി തീരണം. ഒരു മരം അവൻ്റെ ആഗ്രഹം പറഞ്ഞു. രണ്ടാമത്തെ മരം പറഞ്ഞ ആഗ്രഹം, എനിക്ക് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഉല്ലാസ കപ്പലായി എനിക്ക് തീരണം. ലോകത്തിലെ ഉന്നതരായ ആളുകൾ, സമ്പന്നരും ശ്രേഷ്ഠരുമായ അനേകം ആളുകൾ എന്നിലൂടെ യാത്ര ചെയ്ത് ലോകം മുഴുവൻ ചുറ്റി നടക്കണം. ആ മരം തൻ്റെ സ്വപ്നം പറഞ്ഞു. ഒന്നാമത്തെയും രണ്ടാമത്തെയും മരങ്ങൾ തങ്ങളുടെ സ്വപ്നങ്ങൾ അറിയിച്ചു. അപ്പോഴാ മൂന്നാമത്തെ മരം പറയുന്നു, ഈ രാജ്യത്തെ രാജാവ്, സമ്പന്നനായ ആ രാജാവിൻ്റെ സർവസമ്പത്തും സൂക്ഷിച്ചിരിക്കുന്ന പണവും സ്വർണവും പൊന്നെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ഖജനാവില്ലേ, ആ ഖജനാവായി എനിക്ക് തീരണം, ഒരു ഭണ്ഡാരപ്പുരയായി എനിക്ക് തീരണം. അപ്പോൾ എൻ്റെ അരികിൽ എല്ലാ സമ്പത്തുകളും വരും, സ്വർണവും വരും, എല്ലാം വരും. എന്നാൽ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് ഈ 3 മരങ്ങളെയും ഒരു മരം വെട്ടുകാരൻ വെട്ടിയിട്ടു. ഒന്നാമത്തെ മരം രാജകൊട്ടാരമാകണമെന്ന് ആഗ്രഹിച്ച മരം. ആ മരം ഈ മരം വെട്ടുകാരൻ കൊണ്ടുപോയി ആ മരം ചെത്തി മിനുക്കി ആ മരം കൊണ്ട് ഒരു കാലിത്തൊഴുത്ത് പണിതു. വലിയ രാജാവിൻ്റെ കൊട്ടാരമാകണമെന്ന് വിചാരിച്ചിരുന്ന ആ മരത്തിന് കന്നുകാലികളുടെ ചാണകവും മൂത്രവും ഒക്കെ ചാടുകയും മണക്കുകയും ചെയ്യുന്ന ഒരു തൊഴുത്തായി മാറി, കാലിത്തൊഴുത്തായി മാറി. വലിയ സങ്കടം അല്ലേ? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന എല്ലാം തീർന്നു. എന്നാൽ രണ്ടാമത്തെ മരം വലിയ ആഡംബര നൗകയാകണമെന്ന് ചിന്തിച്ച മരം ഇതാ, ആ മരത്തെ ഒരാൾ കൊണ്ടുപോയി, വെട്ടിയിട്ട മരത്തെ കൊണ്ടുപോയി ഒരു ചെറിയ തോണിയാക്കി. അതിനും ഭയങ്കര സങ്കടം. കാരണം ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന അനേകായിരങ്ങൾ കയറുന്ന ഒരു ആഡംബര കപ്പലാകണമെന്ന് ആഗ്രഹിച്ച മരം ഇതാ ഒരു ചെറിയ തോണിയായി അതിനെ രൂപാന്തരപ്പെടുത്തി. മൂന്നാമത്തെ മരമോ, ആ മരം മറ്റൊന്നും ചെയ്തില്ല. ആ മരം 2 കഷ്ണങ്ങളാക്കി, ഒരു നീളം കൂടിയ ഒരു കഷ്ണവും വേറൊരു ചെറിയ കഷ്ണവുമായി 2 കഷ്ണങ്ങളായി മുറിച്ച് ആ മരത്തിൽ തന്നെ ഇട്ടിരുന്നു. 3 മരങ്ങൾക്കും സങ്കടം, തുല്യ ദുഃഖിതർ അല്ലേ? വലിയ സ്വപ്നങ്ങൾ എല്ലാം പൊഴിഞ്ഞു വീണു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? വലിയ സ്വപ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മരങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു. ഒന്നാമത്തെ മരം വലിയ രാജകൊട്ടാരമായി തീരണമെന്ന് ആഗ്രഹിച്ച മരം അതിനെ ഒരു കന്നുകാലി തൊഴുത്തായി. ഒരിക്കലിതാ ഈ മരം നോക്കുമ്പോൾ തൻ്റെ ആ പുൽക്കൂട്ടിൽ ഒരു ശിശു കിടന്ന് കൈകാലടിക്കുന്നു. അവൻ്റെ മുഖത്ത് സ്വർഗീയ ശോഭ, അവന് ചുറ്റും ഇതാ ശോഭയുള്ള ഒരു മാതാവും പിതാവും. അവിടെ ഇതാ കുറെ ആട്ടിടയന്മാർ വരുന്നു. അവിടെ സ്വർഗീയ മാലാഖമാർ ഇറങ്ങി വരുന്നു. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വമെന്ന് ആർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മരം നോക്കി, ഓ രാജാതിരാജനായ യേശു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ഈ ഭൂമിയിലെ രാജാവിന് പിറക്കാനുള്ള ഒരു ആഡംബരമുള്ള കൊട്ടാരമായി തീരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് നടന്നില്ല. പക്ഷേ യേശു ആ പുൽത്തൊട്ടിയിൽ വന്നു. എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിലെ ഒന്നും നാം ആയില്ലെങ്കിലും സാരമില്ല, യേശു നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ മരത്തിന് സന്തോഷമായി. രണ്ടാമത്തെ മരം ഒരു ചെറിയ തോണിയായി നടക്കുന്നു, നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട്. വലിയ ആഡംബര കപ്പലാണെന്ന് ആഗ്രഹിച്ചു, പക്ഷെ വലിയ ആഗ്രഹമെല്ലാം ഒന്നും പൂവണിഞ്ഞില്ല. നിരാശപ്പെട്ട ഒരു തോണിയായി ഇങ്ങനെ നടക്കുമ്പോഴിതാ ഒരു കാൽ സ്പർശം,
അതുവരെ അനുഭവിക്കാത്തൊരു അനുഭൂതി ആ തോണി അനുഭവിച്ചു. എന്താണ്? തോണി നോക്കിയപ്പോൾ സുസ്മേരവദനായി നല്ല ചെറുപുഞ്ചിരിയോടെ തൻ്റെ അടുക്കൽ വരുന്ന ജനത്തെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു രാജാവ്. അല്ല, ഈ ഭൂമിയിലെ ഉന്നതന്മാർ കയറുമെന്ന് ആഗ്രഹിച്ചിരുന്ന മരം അത് സാധിച്ചില്ലെങ്കിലും രാജാതിരാജനായ യേശു ആ പടകിൽ കയറി. ആ പടകിനും സന്തോഷമായി. എന്നാൽ മൂന്നാമത്തെ മരം ഇപ്പോഴും മുറിച്ചവിടെ കിടക്കുകയാണ്. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഏതാനും ആളുകൾ വന്നു. ആ 2 മരക്കഷ്ണങ്ങൾ അത് കൂട്ടി അടിക്കുന്നു. ഒരു നീളം കൂടിയ വശവും ഒരു കുറിയ വശവും. അപ്പോൾ അതൊരു കുരിശാകൃതിയിലായി. മരത്തിന് മനസ്സിലായില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഇതാ ശരീരം മുഴുവൻ ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെട്ടവനായി, മുൾമുടി ഏറ്റവനായി ഇതാ ഒരു വ്യക്തി ഈ മരത്തെ എടുത്ത് തോളിൽ വയ്ക്കുന്നു. മരം നോക്കി. ആ മരത്തിൽ രക്തം പുരളപ്പെടുന്നു. ആ മരം നോക്കി, ഇതാരാണ്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു ഇതാ തന്നെ ചുമന്നുകൊണ്ട് പോകുന്നു. ആ തിരുരക്തം ഈ മരത്തിന്മേൽ പകരപ്പെട്ടു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു മല കയറി ഗോൽഗുത്ത മലയിൽ ആ കുരിശ് നാട്ടി. ആ കുരിശിൽ യേശുവിനെ തറച്ചു. യേശു ക്രൂശിൽ തൂങ്ങിയപ്പോൾ അതുവരെ ശാപഗ്രസ്തമായിരുന്ന ക്രൂശ് അത് അനുഗ്രഹത്തിന്റെ ചിഹ്നമായി തീർന്നു. ആ മരത്തിനും സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണെന്ന് പറയുന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവരാണ് നമ്മൾ. സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവരാരെങ്കിലും, സ്വപ്നങ്ങൾ തകർന്നു പോയവര്, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം തകർന്നു തരിപ്പണമായി പോയി. എൻ്റെ ജീവിതം തീർന്നല്ലോ, എൻ്റെ ജീവിതം നശിച്ചല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേടിയില്ലല്ലോ, എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ, ആഗ്രഹിച്ച വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ, ആഗ്രഹിച്ച ഒരു വരുമാന മാർഗം കിട്ടിയില്ലല്ലോ, ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ജോലി കിട്ടിയില്ലല്ലോ, ഒരുപാട് പഠിച്ചു, ഒരുപാട് ടെസ്റ്റ് എഴുതി, പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം നടന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരാളെയല്ലോ കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി എനിക്കൊരു വീടില്ലല്ലോ. 100,000 കാര്യങ്ങളിലേക്ക് നോക്കി നിങ്ങൾ പലരും നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, രാജാതിരാജനായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം പൂവണിയും. ആ 3 വൃക്ഷങ്ങൾ അതൊരു കഥയാണ് എങ്കിൽ പോലും ഒരുപാട് ആശയങ്ങളുള്ള കഥ. ആ 3 മരങ്ങളും വലിയ പ്രതീക്ഷയോടെ ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ അത് ലഭിച്ചില്ല. എന്നാൽ യേശു അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരുടെ ജീവിതം ധന്യമായി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം തകർന്നു പോയി നമുക്ക് തോന്നും. എന്നാൽ ആ തകർന്ന ജീവിതത്തിലേക്ക് യേശു വന്നാൽ, മകനെ, തകർന്ന ജീവിതത്തെ യേശു പുതിയതാക്കി തീർക്കും, ശ്രേഷ്ഠമാക്കി തീർക്കും. കൊടുക്കൂ യേശുവിന്റെ കരങ്ങളിലേക്ക്. നാഥാ, സ്വപ്നങ്ങൾ തകർന്നു പോയ എൻ്റെ ജീവിതം, എല്ലാം തീർന്നു പോയ എൻ്റെ ജീവിതം, നാഥാ, അങ്ങേ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങ് എനിക്ക് പുതിയ സ്വപ്നങ്ങൾ തരും, പുതിയ ജീവിതം തരും, പുതിയ അനുഭവങ്ങൾ തരും. കർത്താവിന്റെ കരങ്ങളിൽ വഹിക്കും. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കൂ പ്രിയരെ. ഇത് വെറും പ്രതീക്ഷ മാത്രമല്ല, ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബാല്യകാലത്ത് തകർന്നു തരിപ്പണ പോയ എൻ്റെ ജീവിതം. ആഹാരത്തിന് മാർഗമില്ല, വസ്ത്രമില്ല, ഒരു നല്ല കുടുംബപ്പേരില്ല, എല്ലാം തകർന്ന് നിരാശപ്പെട്ട് തലകുമ്പിട്ട് ഒന്നും ഞാൻ ഏകനായി പോയല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കൊന്നുമില്ലല്ലോ എന്നോർത്തെല്ലാം നിരാശപ്പെട്ട് അങ്ങനെ കഴിഞ്ഞ യൗവനക്കാരനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ എൻ്റെ യേശു ഈ ജീവിതപ്പടകിലേക്ക് കയറി വന്നു. അന്ന് മുതൽ എൻ്റെ ജീവിതം ധന്യമായി. അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നു എൻ്റെ യേശുവിനെ. യേശു എനിക്കൊരു കെട്ടുകഥയല്ല. ഓ, സോ നിയർ എ ഗോഡ്, സോ റിയൽ എ ഗോഡ്, സോ ഡിയർ എ ഗോഡ്. എൻ്റെ യേശു എനിക്ക് ഏറ്റവും സമീപസ്ഥനാണ്. എൻ്റെ യേശു എനിക്ക് ഏറ്റവും പ്രിയനാണ്. എൻ്റെ യേശു എനിക്ക് ഏറ്റവും യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഇതൊരു കഥയല്ല, കെട്ടുകഥയല്ല. ഞാൻ അപ്പോ എന്ന് വിളിക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ഓടി ഇറങ്ങി വരുന്ന എൻ്റെ കർത്താവ്, എന്നെ തലോടുന്ന കർത്താവ്, എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, എന്നെ ധൈര്യപ്പെടുന്ന കർത്താവ്, എന്നെ ബലപ്പെടുന്ന കർത്താവ്. മോനെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ കൂടെയുണ്ടെങ്കിൽ സ്വർഗസേനകൾ മുഴുവൻ നിന്റെ കൂടെയുണ്ട്.
ഞാൻ ഉണ്ടെങ്കിൽ സ്വർഗീയ മാലാഖമാർ മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ വിശുദ്ധന്മാർ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ കൂടെയുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവജനം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹത്തിൻ്റെ അതിലൊരംഗമായി, ആ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാനും സന്തോഷത്തോടെ ജീവിക്കുന്നു. യേശുവിൻ്റെ വേല ചെയ്യുന്നു. സമാധാനമുള്ള കുടുംബജീവിതം നയിക്കുന്നു. സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്നു. നിത്യതയെ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുന്നു. ശുദ്ധീകരണം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്നു. യേശുവിനെ പ്രസാദിപ്പിക്കുക, യേശുവിനെ സാക്ഷിക്കുക, യേശുവിനെ ഉയർത്തുക, യേശുവിന് മഹത്വം കരയറ്റുക. എൻ്റെ ജീവിതം കൊണ്ട് യേശുവിന് മഹത്വപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്നു. ജീവിതത്തിൽ കെട്ടുറപ്പ് തന്നു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്നു, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തന്നു, ഭാര്യയെ തന്നു, മാതാപിതാക്കളെ തന്നു, സഹോദരങ്ങളെ തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിൽ പോരാ, നിത്യതയിൽ ആ വലിയ ലക്ഷ്യം കർത്താവ് തന്നു. എൻ്റെ പ്രിയരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കൂ. യേശു ജീവിത പടകിലേക്ക് വരട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഇപ്പോൾ ഈ സമയം നാഥ, എൻ്റെ യേശുവെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിത പടകിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ അടുക്കൽ വരും. യേശു കടന്നു വന്നാൽ അനുഗ്രഹമാണ്. യേശു വന്നാൽ സൗഖ്യമാണ്. യേശു വന്നാൽ സമാധാനമാണ്. യേശു വന്നാൽ നിത്യജീവനാണ്. യേശു വന്നാൽ നിത്യസ്വർഗത്തിൻ്റെ അവകാശമാണ്. ആ ഭാഗ്യപദവി നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിച്ചാൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാൻ ഇടയാകും. ദൈവം നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കും.